ഒരു ഫാമിലിയിൽ തുടങ്ങിയിട്ട് അത് പിന്നെ അതിലേക്ക് ടെററിസത്തിലേക്ക് പോയിട്ട് പിന്നെ ഭക്തിയിലേക്ക് മാറുന്ന ഒരു പടം അല്ലേ? അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. എല്ലാവരും ഓരോ ഇതിലാണ്. ബട്ട് വി ആർ ഓൾ ആക്ടേഴ്സ്. സിനിമാക്കാരാണ് പറഞ്ഞുണ്ടാക്കിയത്. അതിനെ ബ്രേക്ക് ചെയ്ത് പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. മാത്രമല്ല, വെബ് സീരീസ് എവിടെയാ വരുന്നത്? തിയേറ്ററിലാണോ വരുന്നത്? അതിൽ അഭിനയിക്കുന്ന ആരൊക്കെയാ? അതെ, കുറച്ച് ബ്രേക്ക് കൊടുത്തതാ. മറ്റുള്ളവർ സിനിമാക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി കൊടുത്താ. ക്ലീൻ ഷേവ് എന്നിട്ട് ഇതിൽ മീശ വെക്കുക, താടി വെക്കുക, ഇതിൽ കണ്ണില്ലാതെ ആക്കുക, ഇതില്ലാതെ മേക്കപ്പ് ഉണ്ട്, കോസ്റ്റ്യൂം ഉണ്ട്. അതിലാണ് ഇതൊക്കെ ഉള്ളത്. ആ കൊച്ചിരാജയിൽ അഭിനയിച്ച മുത്തുവാണോ അതിനകത്ത്? അത് അന്നും ആവായിരുന്നു ആ ഗെറ്റപ്പ് ഉണ്ടാക്കാൻ. പുള്ളി അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. എനിക്ക് അന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അന്ന് ഇന്നത്തെ വിഷ്ണുവിനെ പോലെയും ഒമറിനെ പോലെയുള്ള ആളുകൾ തന്നെ അങ്ങനെ കണ്ടെത്താൻ തുടങ്ങിയപ്പം ഇയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാം. അപ്പൊ വർഷങ്ങൾ എത്ര പോയെന്റെ. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഓക്കെ, അടിക്കുക, മോളിൽ കയറി പോവാ, അവിടെ സസ്റ്റൻ ചെയ്ത് നിൽക്കുക, ആർക്കും ഒരു ദ്രോഹം ചെയ്യാതിരിക്കുക, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. എന്നെ പ്രായത്തെ പറ്റി പറഞ്ഞ എന്റെ മക്കളെ വരെ തന്നേക്ക് വിളിക്കും. തല്ലിക്കളിച്ച് ഞാൻ കൊച്ചു കാലങ്ങളിൽ തല്ലിയുടച്ചന്റെ കൊച്ചു സ്വപ്നങ്ങളെ. ഞാൻ എങ്ങനെയാണ് എന്നെ അങ്ങനെ അറിഞ്ഞ് സ്നേഹിക്കുന്നവർ സ്നേഹിച്ചാൽ മതി. ഞാൻ എന്നെ പറ്റി ഏറ്റവും കൂടുതൽ ട്രോൾ ഇട്ടുള്ളത് ഞാനാ. എന്നെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? എന്നെ ഏതെങ്കിലും ഒരാൾ സുധീർ മോശക്കാരെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്റെ നാവിൽ നിന്ന് വന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്നെ ട്രോൾ ചെയ്യുന്ന ഒരു അർത്ഥമല്ല മക്കളെ. അടിച്ചു കയറി വാ, ആ സാധനം കയറി എങ്ക പാത്താലും നീ. ഇത് സാധനം എന്ന് പറഞ്ഞാൽ അതൊരു ജന്മത്തിൽ നടന്ന് കിട്ടുന്ന ഭാഗ്യം. അത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മരിക്കേണ്ട പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. Hi, hello, this is Ashik. You're watching Skylark Pictures Entertainments. ശ്രീ അയ്യപ്പൻ വരികയാണ്. വിശേഷങ്ങളുമായി എന്നോടൊപ്പം ചേരുന്നു സുദീർഘ, റിയാസ് ഖാൻ ആൻഡ് അനീഷൻ. വെൽക്കം. താങ്ക് യു. ശരിക്കും അയ്യപ്പൻ ഒരു ഡിവോഷണൽ ടച്ചുള്ള സിനിമയാണല്ലേ. എപ്പോഴും മലയാളികൾ സ്വാഭാവികമായിട്ടും കൂടുതലും ഭക്തരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയ്യപ്പൻ എന്നൊരു സിനിമ വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. സോ വാട്ട് ഈസ് ദിസ് സിനിമ ഓൾ അബൌട്ട്? ഈ സിനിമയിൽ കുറെ വിഷയങ്ങളുണ്ട്. ഡയറക്ടർ പറയാൻ പറഞ്ഞോണ്ട് പറയുന്നു, വിത്ത് പെർമിഷൻ ഓഫ് ഡയറക്ടർ പറയണം. ഇതിൽ അയ്യപ്പൻ ഉണ്ട്, ഏറ്റവും മുകളിൽ നിൽക്കുന്ന അയ്യപ്പനാണ്. ഇതിലൊരു ടെററിസം ഉണ്ട്. സോ ടെററിസം ബേസ്ഡ് ആയിട്ടാണ് ഇതിലൊരു സിനിമ പോകുന്നത്. പിന്നെ അതെല്ലാം അല്ലാതെ നല്ല ഒരു ഫാമിലി ആയിട്ട് പടം തുടങ്ങി പിന്നെ അതിലേക്ക് വന്ന് എത്തിച്ചേരുന്നതാണ്. ഡിവോഷണൽ ആയിട്ട് പടം അവസാനിക്കും. ഓക്കെ, നമുക്കൊരു ഒരു മാളികപ്പുറം ഫീൽ അല്ലെങ്കിൽ ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം ഉണ്ടാവും. അങ്ങനെയല്ല. മാളികപ്പുറത്തിന് മേലെ എക്സ്പെക്ടേഷനും മേലെ ഒരു അങ്ങനെയല്ല. അത് നമ്മള് നിർത്തിയിരിക്കുന്ന സിനിമ. മാലികപ്പുറത്തില് ടെററിസം ഇല്ലല്ലോ. ഇല്ല, അത് വേറെ ഒരു വില്ലനിസമാണല്ലോ. ഇതിനകത്ത് ടെററിസം ഉണ്ട്. ആദ്യം റിയാസി പറഞ്ഞ പോലെ ഒരു ഫാമിലിയിൽ തുടങ്ങിയിട്ട് അത് പിന്നെ അതിലേക്ക് ടെററിസത്തിലേക്ക് പോയിട്ട് പിന്നെ ഭക്തിയിലേക്ക് മാറുന്ന ഒരു പടം അല്ലേ? അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. വെരി നോർമൽ. നമ്മള് അതായത് വെരി സിമ്പിൾ, നീറ്റ് ആൻഡ് ക്ലീൻ സിനിമ. നമ്മൾ എല്ലാവരും എങ്ങനെ നമ്മൾ ജീവിക്കുന്നോ അതേപോലെ ഉള്ളൂ. അത് ആൾക്കാർക്ക് എങ്ങനെ എടുക്കുന്നോ, നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് വെച്ച് എടുക്കണമെങ്കിൽ എടുക്കാം. എന്ത് 2 വർഷം എടുക്കാം. എന്റെ ഒരു ഫാമിലി മാനാണ്. സാധാരണ സിനിമ ചെയ്യുന്ന പോലെ വില്ലനിസം ഒന്നും ഇല്ല ഇതിനകത്ത്. എന്നാൽ ഫാമിലിയില് കുറച്ച് ദൈവവിശ്വാസി അല്ലാത്ത നിരീശ്വരവാദി, അതായത് ഭാര്യയും മോളൊക്കെ അയ്യപ്പനെ വിളിക്കുന്നതും ദൈവത്തിനെ വിളിക്കുന്നതൊന്നും നമുക്കത് ഇഷ്ടമല്ല. അത് പിന്നെ മോളെ മലയ്ക്ക് കൊണ്ടുപോകാൻ പറയുമ്പോഴും നടക്കില്ല എന്ന് പറയുന്ന, അതിനെതിരെ പിന്നെ വഴക്ക് പറയുന്ന, ഇവിടെ ജീവിക്കാൻ വേണ്ടി തെണ്ടിത്തിരി നടക്കുമ്പോഴാണ് അവളെ ശബരിമല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ നേരെ മാനസാന്തരപ്പെട്ട് ഈ ഭക്തിമാർക്ക് സഞ്ചരിക്കും. പിന്നെ അതേ തുടർന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് എന്റെ ക്യാരക്ടർ. എന്താണ് കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് പോസ്റ്ററിൽ? ഓൾമോസ്റ്റ് ഒരേ ലുക്ക് അല്ലേ? ഇതില് ഭയങ്കര കണക്റ്റഡ് ആണ്. എല്ലാം കണക്റ്റഡ് ആണ്. ഞാൻ അയ്യപ്പനായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയല്ല, അതൊന്നുമല്ല. അതാണ് അങ്ങനെയൊന്നുമല്ല. പക്ഷെ എവിടേക്കോ ഒരു കണക്റ്റഡ് ആണ്. അത് ഡയറക്ടർ അങ്ങനെയാണ് അത് വെച്ചിരിക്കുന്നത്. അൻവർ എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ സ്ക്വാഡാണത്. ഈ ടെററിസം ടോട്ടലി അവിടെ നിന്ന് ഒഴിച്ചു മാറ്റാൻ ഓഫീസറാണ്. ഒഴിച്ചു മാറ്റുന്നതല്ല, ടു സേവ് ശബരിമല. അത് സേവ് ചെയ്യണം.
അപ്പൊ ഈ ശബരിമല അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന ഒരു അതാണ് നമ്മളിപ്പോ പറയുന്ന കുറ്റമില്ല, ഇത് എങ്ങനെയാണെന്ന് ആണ് സിനിമ. കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് മണികണ്ഠൻ എന്നാണ്. മണികണ്ഠൻ പക്ഷെ അയ്യപ്പനല്ല. അയ്യപ്പൻ വേറൊരാളാണ്. മണികണ്ഠൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു പട്ടാളക്കാരനാണ്. അവിചാരിതമായിട്ട് പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാതെ ശബരിമലയ്ക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നു. പക്ഷെ അപ്പോൾ യാത്രയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ സ്വപ്നം കണ്ട ചില വ്യക്തികളെ ഞാൻ അവിടെ കാണുകയാണ്. അപ്പോഴാണ് ഈ കഥയ്ക്ക് ഒരു മാറ്റം വരുന്നത്. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ. പിന്നീടുള്ള യാത്രയിൽ ഞങ്ങൾ ഒരുമിച്ച്, ഞാനും സുധീറിൻ്റെ ക്യാരക്ടറോടെ ഒരുമിച്ച് ഒരു ബസ് യാത്ര, നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എരുമേലി വരെയുള്ളൊരു യാത്രയുണ്ട്. അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത്. ഇതിനിടയിൽ എൻ്റെ ഫാമിലി ഉണ്ട്. എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് കോട്ടയം രമേശേട്ടനാണ്. കൊടച്ചനാട് കനകമാണ് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. വൈഫുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയ്യപ്പ ഭക്തനാണെങ്കിലും പുള്ളിക്ക് അയ്യപ്പനോട് കുറച്ച് നാളായിട്ട് ചെറിയൊരു പിണക്കമുണ്ട്. അതിനൊരു കാരണമുണ്ട്. അപ്പം അതൊക്കെ അങ്ങനെ പോകുന്നൊരു യാത്രയാണ്. അതിനിടയിലാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അത് സംരക്ഷിക്കാനായിട്ട് വരുന്നൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് റിയാസ് ഖാൻ അഭിനയിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഇതിനകത്ത് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ വാവർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലി അവർ ഓഫീസേഴ്സ് തന്നെ വിളിക്കാറുണ്ട്, വാവർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു സുഹൃത്ത്, ഒരു സൗഹൃദമാണല്ലോ അയ്യപ്പനും വാവരും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാവലായി, തുണയായി, താങ്ങായി നിൽക്കുന്ന വാവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്യാരക്ടറാണ് അദ്ദേഹത്തിന്. പക്ഷെ എന്നൊരു വാവരായിട്ടല്ല അഭിനയിക്കുന്നത്, അതിനാണ് കണ്ണാടി വെച്ച അല്ല. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളൊരു സിംബോളിക് ആയിട്ട് സിംബോളിക് ആയിട്ട് അത്തരം സാധനങ്ങളോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരു സിനിമയാണത്. വളരെ ശുഭപര്യാവസ്ഥയായിട്ട് തരുന്ന ഒരു സിനിമയാണ്. വളരെ ഭക്തിസാന്ദ്രമായ ഒരു ഭാഗങ്ങളുണ്ട്. ഫാമിലി ഓറിയന്റഡ് ആണ്. ടെററിസം ഉണ്ട്. എല്ലാത്തരം ഓഡിയൻസിനും ചേർത്ത് 6 പാട്ടുകളുണ്ട്. അതാണ് 6 or 7 പാട്ടുകൾ. അതിനകത്ത് 5 ഭക്തിഗാനങ്ങളാണ്. 2 ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ചെറിയ സീക്വൻസ് പാടിയിട്ടില്ല. ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പാട്ടുകളാണ്. ഒന്നും എനിക്കൊന്നും റിലീസ് ആയിട്ടില്ല അല്ലേ? ആവുന്നു. ഇനി ഷൂട്ടിന്റെ ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ എവിടെയൊക്കെയായിരുന്നു? ശബരിമല പരിസരത്ത് തന്നെ ആയിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ? അത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം രാജസ്ഥാൻ. അതാ പറഞ്ഞ എവരിതിങ് ഈസ് ഡിഫറെന്റ്. ഇതില് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യൂ അല്ല. സ്റ്റാർട്ട് ഫ്രം രാജസ്ഥാൻ സ്റ്റാർട്ടായി മുംബൈയിൽ വന്ന്, മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന്, ഇവരുടെ ഗ്രാമത്തിലേക്ക് വന്ന്, പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇറ്റ് ടേക്സ് എ ടേൺ. ഈ ഒരു ഒറ്റ ടോക്കിൽ തന്നെ ഒരു പെർസ്പെക്റ്റീവ് മാറി സിനിമയെ പറ്റി. കാരണം ഞാൻ വിചാരിച്ചു വെച്ചതല്ല. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അനീഷനെ പറ്റി പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് സീരിയലുകളെ നമുക്ക് തന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ സീരിയൽ ആക്ടേഴ്സിനൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ പ്രധാനമായിട്ടും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേട്ടോ, അതായത് ഇപ്പോൾ സിനിമയിലേക്കുള്ള ഒരു പിച്ചിങ്, ഒരു സീരിയൽ ആക്ടറാണെന്ന് കാണുമ്പോൾ അവർക്ക് അവരുടെ അഭിനയത്തിൽ ഒരു വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് അഭിനയിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് സീരിയൽ അഭിനയിക്കുന്നത് കൊണ്ട് നമുക്ക് സിനിമാ സാധ്യതകൾ തടയപ്പെടാറുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? ഇതൊക്കെ ഫോൾസ്. എല്ലാവർക്കും ഒരേ ലൈഫ് കിട്ടണമെന്ന് ആഗ്രഹമില്ലല്ലോ. ഇപ്പൊ എന്റെ ലൈഫ്, ഞങ്ങളെല്ലാവരും ആക്ടേഴ്സ് ആണ്, ബട്ട് വി ഹാവ് ഡിഫറെന്റ് വേസ് ഓഫ് ടേക്കിംഗ് ദാറ്റ് പ്രൊഫഷൻ. ഓക്കെ, ഇപ്പൊ ഞാനൊരു രീതിയിൽ, സുധീർ ഒരു രീതിയിൽ, എല്ലാവരും രീതിയിലല്ലേ? ഓക്കെ, ദുൽഖർ സൽമാൻ ഒരു രീതിയിൽ, എല്ലാവരും ഓരോ ഇതിലാണ്. ബട്ട് വി ആർ ഓൾ ആക്ടേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി സസ്റ്റൈനിങ് ഇറ്റ്. സീരിയൽ എവിടെയും കുറഞ്ഞു പോയിട്ടില്ല, എവിടെയും താഴ്ന്നു പോയിട്ടില്ല. ഏത് ആളുകളുടെ? സിനിമാക്കാരുടെയാണോ ആളുകളുടെയാണോ? സിനിമാക്കാരന്റെ പ്രശ്നമാണത്. അല്ല, ഞങ്ങൾ 3 പേരും സീരിയൽ അഭിനയിച്ചിട്ടുള്ളതാണ്. അതെ. അപ്പോൾ ഇത് അല്ല, അത് ഈ പറഞ്ഞ പോലെ അവർ പറയുന്നതിന് ചിലപ്പോൾ പറയാറുണ്ട്. എനിക്കങ്ങനെ അനുഭവമില്ല, പക്ഷെ ചില ആക്ടേഴ്സ് പറയാറുണ്ട് നിങ്ങൾ ഒരുപാട് എക്സ്പോസ്ഡ് ആയി പോയി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? എത്രയോ എക്സ്പോസ്ഡ് ആണോ? ടോം ക്രൂസ് എക്സ്പോസ് ആക്കല. ടോം ക്രൂസ് അതിനെ ബ്രേക്ക് ചെയ്ത് പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ ഓരോരുത്തരും. അത് ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളെപ്പോഴും നനച്ചിരിക്കാതെ വന്ന് ചേരുന്നതാണത്. ഭാഗ്യം എന്ന് പറയുന്നതും അവസരങ്ങൾ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും എല്ലാ സമയത്തും വരണമെന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരാൾ പോയ വഴിയെ മറ്റൊരാൾക്ക് പോകാൻ പറ്റില്ല. ഇത് പറഞ്ഞാലുണ്ട്, ഷാറുഖ് ഖാൻ വന്നത് സീരിയലിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഷാറുഖ് ഖാൻ ആകാൻ പറ്റൂല. അത് ടോക്ക് ഉണ്ട്, ഈ പറഞ്ഞ പോലെ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ മാറുന്നുണ്ട്, കുറെയൊക്കെ മാറി വരുന്നുണ്ട്. കാരണം
സീരിയലിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് തന്നെ ഇപ്പോൾ സീരീസ് അല്ല ചെയ്യുന്നത്, മീൻസ് സിറ്റ്കോമുകളാണ് ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന കഥകളാണ് ചെയ്യുന്നത്. രാവിലെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ ഒരു കഥ അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പരമ്പര എന്ന് പറയാൻ പറ്റില്ല അതിനെ. അപ്പൊ അത് വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ സിങ്ക് സൗണ്ട് ആണ് ചെയ്യുന്നത്. അപ്പൊ അത് സീരിയലിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പാറ്റേൺ. അളിയൻസ് ഇപ്പൊ ഞാൻ ചെയ്യുന്നതാണ്. കഴിഞ്ഞ 8 അതിപ്പോ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 1800 എപ്പിസോഡ് ആകാൻ പോകും. കഴിഞ്ഞ 8-9 വർഷമായിട്ട് പോകുന്ന ഒരു സാധനമാണ് അത്. അടുത്ത് വേറെ കാര്യം പറഞ്ഞുതരാം. അടുത്ത് വരുന്നുണ്ട് ഫോണില് ആപ്പ് ഇട്ട്, ഓൺലി ഇൻ ഫോൺ യു ക്യാൻ സീ വെബ് സീരീസ്. പോക്കറ്റ് FM. ഓക്കെ, വെർട്ടിക്കലിൽ തന്നെ ഓൺ ദ ഫോൺ സീരീസ്. ഒരു എപ്പിസോഡ് 2 മിനിറ്റ് ആണ്. 1 എപ്പിസോഡ് ഇസ് 2 minutes in 50 episodes. ഓക്കെ, സോ ഇതൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ വരെ. മാത്രമല്ല വെബ് സീരീസ് എവിടെയാണ് വരുന്നത്? തിയേറ്ററിലാണോ വരുന്നത്? അതിൽ അഭിനയിക്കുന്ന ആരൊക്കെയാ? അതെ, വെബ് സീരീസ് വരുന്നത് ഫോണിലും നമ്മുടെ ടിവിയിലും ആണല്ലോ. അതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആരാ? ഭയങ്കര വലിയ ആക്ടേഴ്സ് ആണ് അഭിനയിക്കുന്നത്. അപ്പൊ പിന്നെന്താ? അല്ലല്ല, അപ്പൊ ഇതിൽ കാര്യമില്ലെന്ന് പറയാ. അല്ലല്ല, ഇത് അങ്ങനെ ഇതൊരു ഫാക്ട്. അദ്ദേഹം ചോദിച്ചത് കറക്റ്റ് ആണ്. അങ്ങനെ ടോക്ക് ഉണ്ട്. ഞാൻ ചോദിച്ചതാണ്. ഞാനൊരു 119 പടം ചെയ്ത് ഈ 2012 വരെ ഡ്രാക്കുള ചെയ്യുന്നവരെ ഞാൻ സീരിയലും സിനിമയും കൂടെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനവിടെ 4-5 സീരിയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദേവിവാദം സീരിയലും പണ്ട് ഞാൻ ഇതൊക്കെ വിഗൊക്കെ പിടിച്ചിട്ട് നാടാക്കാരെ അവര് സാധനമുണ്ട്. മറ്റേ ആ വിഗൊക്കെയാണ് എപ്പോഴും ചിരി വരും. രാവിലെ എല്ലാവരും ഒരു വിഗെടുത്ത് തല വയ്ക്കും, എന്തൊക്കെ മണിയണ്ണ എന്തൊക്കെയോ ചെയ്യും, ഇങ്ങനെയൊക്കെ ഇരിക്കണം വിഗ്. ഇതിന് ഡയലോഗ് പറയണ്ടേ. ദേവി മഹാത്മ്യം എന്നുള്ള സീരിയല് അത് 2011 വരെ ചെയ്തതാ. 2007 വരെ 1000 എപ്പിസോഡ് ചെയ്തു എന്നിട്ട്. പിന്നെ ദുർഗ, പിന്നെ എത്രയോ സീരിയല്, ദ്വാഹിത. അതും സിനിമയായിട്ട് വന്നൊന്നുമില്ല, അതിന്റെ ഇടയ്ക്കാ പോയി സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബ്രേക്ക് കൊടുത്തതാ, മറ്റുള്ളവർ സിനിമാക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി കൊടുത്താ. സുധീർക്ക, നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും ടൈപ്പ് കാസ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് വരുന്ന ആളുകളാണ്. കാരണം ഒരു പരിധി വരെ ടൈപ്പ് കാസ്റ്റിംഗിന്റെ ഇരയാക്കപ്പെട്ട ആളുകളാണ്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോലും ഒരു പരിധിക്കുള്ളിൽ നിന്ന് പോകേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഭാവങ്ങളാണ്, എന്ത് തരത്തിലുള്ള ആക്ടിംഗ് ആണ് നിങ്ങൾക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളത്? See, we will explore all kind of areas. Okay, അതിൽ ഇഷ്യൂവേ ഇല്ല. ആക്ടേഴ്സിനെ അറിയുക, ക്രിയേറ്റേഴ്സ് ഷുഡ് നോ ആക്ടേഴ്സ്. ഒരു ക്രിയേറ്ററിന് നടനെ മനസ്സിലാക്കണം. അത് മനസ്സിലാകാത്ത കുഴപ്പമാണ്. അതെ, അത് മനസ്സിലാക്കാത്ത കുഴപ്പമാണ്. അവര് ഒരു ലുക്കാണ് നോക്കുന്നത്, ആക്ടിങ് അല്ല. ആക്ടറിന് മീശയും, ഈ ആക്ടർ ഷുഡ് ബി ക്ലീൻ ഷേവ്. എന്നിട്ട് ഇതിൽ മീശ വെക്കുക, താടി വെക്കുക, ഇതിൽ കണ്ണില്ലാതാക്കുക, ഇതില്ലാതാക്കുക, മേക്കപ്പ് ഉണ്ട്, കോസ്റ്റ്യൂം ഉണ്ട്. അതിലാണ് ഇതൊക്കെ ഉള്ളത്. ഒരു നടൻ, രജനി സാറല്ലേ, ഷൂട്ടിംഗ് ഇന്ന് ലാസ്റ്റ് ഡേ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഫുൾ ആ ഗെറ്റപ്പ് ഫുൾ മാറ്റിക്കൊണ്ട് പറ്റുള്ളൂ. എല്ലാവരും ചോദിക്കും, തീർന്നോ, ഇനി എടുക്കാനുണ്ടോ, എന്തെങ്കിലും പാച്ച് ഉണ്ടോ, ബാലൻസ് ഉണ്ടോ, എല്ലാം കഴിഞ്ഞില്ലേ, ആ ഗെറ്റപ്പ് കംപ്ലീറ്റ് മാറ്റിക്കളെ. ഇനി പോയി പറയാം സാർ ഒരു ഷോട്ട് ഇല്ല, ഷോട്ടില്ല സിനിമയിൽ. അല്ല, ഈ നമ്മളെ ഈ സ്വർണം എന്ന് പറയുന്നത്, സ്വർണത്തിന്റെ വാല്യൂ ഒന്നാണ്. പക്ഷെ അത് നമ്മൾ പാദസരമായിട്ട് ഉപയോഗിക്കാറുണ്ട്, കാതിൽ ഉപയോഗിക്കുക, കമ്മലായിട്ട് ഉപയോഗിക്കാറുണ്ട്, മൂക്കുത്തിയായിട്ട് ഉപയോഗിക്കാറുണ്ട്, വളകളായിട്ട് ഉപയോഗിക്കാറുണ്ട്, റിങ്ങായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ഓരോന്ന് ഇരിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് മാലകളായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. പക്ഷെ ബേസിക്കലി എൻ്റെ പേര് സ്വർണം തന്നെയാണ്. വെള്ളം പോലെ അതിന്റെ വാല്യൂ അതുപോലെ തന്നെ. പിന്നെ അതുപോലെ ഈ നമ്മുടെ ഇത് ബാഡ് ബോയ്സ് എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു, ലോഹർലുലുവിന്റെ. അതിനകത്ത് എന്റെ ഗെറ്റപ്പ് ഉണ്ടോ? ആ കൊച്ചിരാജയിൽ അഭിനയിച്ച മുത്തുവാണോ അതിനകത്ത്? അത് അന്നും ആവായിരുന്നു ആ ഗെറ്റപ്പ് ഉണ്ടാക്കാൻ. പുള്ളി അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. പടം സാമ്പത്തികമായിട്ട് ഒരു വലിയ ഹിറ്റായില്ല. അത് ഹിറ്റായിരുന്നെങ്കിൽ ആ ക്യാരക്ടർ കയറി കോമഡി ചെയ്തേ. അതുപോലെ തന്നെ ഈ ആ ഗെറ്റപ്പ്, ആ കാണുന്ന അയ്യപ്പനില്ല, അത് എനിക്ക് അന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അന്ന് ഇന്നത്തെ വിഷ്ണുവിനെ പോലെയും ഒമറിനെ പോലെയുള്ള ആളുകൾ എന്നെ അങ്ങനെ കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ ഇയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാം. അപ്പൊ വർഷങ്ങൾ എത്ര പോയി എന്റെ? 10-20. അതാണ് ഇഷ്യൂ. സി, നമ്മൾ ഇരിക്കുന്നത് വി ആർ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ സൗത്ത് ഇന്ത്യ. പാറ്റേൺ ഓഫ് വർക്കിംഗ്, പാറ്റേൺ ഓഫ് മൂവി മേക്കിംഗ് ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. സി, മേ ബി ഇതിങ്ങനെ പറയണ കാര്യം, ഇത്രയും സിനിമകളിലൂടെ ഇറങ്ങും, ഇത്രയും സിനിമ ലോകത്തോടെ ഇറങ്ങില്ല. ഓക്കെ, ഇറങ്ങുമ്പോൾ അവരുടെ ചിന്തയായിരിക്കും, പുള്ളി ഇതിലുണ്ട്, അപ്പോൾ ഇതിൽ വേണ്ട. ഓക്കെ, സോ ദാറ്റ് ഹാപ്പൻസ്. സോ നമ്മൾ ചെയ്യുന്ന ജോലി, ചെയ്യുന്ന സ്ഥലം, നമ്മൾ ചെയ്യുന്ന സിനിമകൾ, ഏത് പാറ്റേൺ ഓഫ് മൂവിയാണ്, ഇത് ഓൾ മാറ്റേഴ്സ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഓക്കെ, അടിക്കുക, മോളിൽ കയറി പോവുക, അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുക. ഓക്കെ, 35 years ആയിട്ട് ഐ ആം ദെയർ ഇൻ ദ മൂവി ഇൻഡസ്ട്രി സസ്റ്റെയിനിങ്. ഇവരെല്ലാവരും അങ്ങനെ തന്നെ.
അപ്പോൾ അയ്യപ്പനായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ വ്യക്തിപരമായി ഭക്തരാണ്, ഐ മീൻ വിശ്വാസികളാണ്, ഈശ്വര വിശ്വാസമുള്ള ആളുകളാണോ അല്ലെങ്കിൽ എന്താണ് ദൈവസങ്കല്പം പേഴ്സണലി? എന്നോടാണോ? മൂന്ന് പേരും. അല്ല, ഞാൻ ഭക്തനാണ്, ഞാൻ നല്ല വിശ്വാസിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അമിതമായിട്ട് ഇപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മളിപ്പോൾ പറയാണ്ട് ചിലപ്പോൾ ഞാനിപ്പോൾ നമ്മളെ മുറിവേൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേദനിപ്പിച്ചുകൊണ്ടൊക്കെ ഉള്ള ഭക്തി ഉണ്ടല്ലോ, അത്തരം ഭക്തിയോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ വിശ്വാസിയാണ്. പക്ഷേ അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരാളല്ലേ. എനിക്കറിയാം ഒരു ശക്തി ഉണ്ടെന്നറിയാം. അതിന് ഞാനൊരു രൂപം കണ്ടെത്തിയിട്ടുണ്ട്, അതിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. സോമേ ശരണമയ്യപ്പ, നോ കമന്റ്സ്. നോ കമന്റ്സ്. ഞാൻ ദൈവവിശ്വാസിയാണ്, പക്ഷെ അന്ധവിശ്വാസിയല്ല. എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവൃത്തിയിലും എനിക്ക് നല്ലത് ചെയ്യിക്കാൻ തോന്നുന്നു, മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുന്നു, സഹജീവികളോട് കരുണ കാണിക്കുന്നു, അതിലൊക്കെ ആ ഒരു നന്മ കണ്ടെത്തുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മൾ അന്ധമായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്നവരുതന്നെ. മനുഷ്യനാണ് ദൈവത്തിനെ സൃഷ്ടിച്ചത്, അല്ലാതെ പിന്നെ ദൈവം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന മനുഷ്യൻ. ദൈവം എന്നൊരു ശക്തി നമ്മൾ നമുക്ക് നന്മ ചെയ്യാൻ വേണ്ടി, തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ പേടിക്കണമല്ലോ. ആ ഒരു കോൺസെപ്റ്റാണ് ദൈവം എന്ന് പറയുന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസം അങ്ങനെയാണ്. കാര്യം ഇപ്പം ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞു, ഞാൻ എണീറ്റ് രാവിലെ സൂര്യൻ ഇവിടെ നോക്കും. ഇപ്പൊ കുറച്ചു നേരം ഒരു മിനിറ്റ് കണ്ണു തുറന്ന് സൂര്യനെ നോക്കി നിൽക്കും. അപ്പം ഞാൻ കാണുന്നത് ദൈവം, കാരണം ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിക്കാന്നല്ലാതെ നമ്മൾ ഒരിക്കലും ആ ഏരിയക്ക് പോകാൻ പറ്റില്ല. കത്തി ചാമ്പലായി പോയില്ലേ. നമ്മൾ ദൈവത്തിനെ തൊട്ടറിയാൻ നിൽക്കണ്ട, ദൈവത്തിൽ നിന്ന് ദൈവത്തിന് പ്രാർത്ഥിക്കാൻ, നന്മ ചെയ്യുക. നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച്, നമ്മളുടെ പ്രവൃത്തി അനുസരിച്ച് നമുക്ക് അതിന്റെ ഫലം കിട്ടും. അതാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നു, ഈ ലോകം എങ്ങനെ ഓടുന്നില്ല, ഉൽപ്പത്തി എങ്ങനെ ഉണ്ടായി, അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാലൊന്നും നോ ആൻസർ. അത് പറഞ്ഞ നോ കമന്റ്സ് അതിനെ പറ്റി എനിക്കൊന്നും. കാരണം നമ്മൾ ചിന്തിച്ചാല് നമ്മുടെ 3 തലമുറയ്ക്ക് മുമ്പ് നമ്മൾ ആരാണെന്ന് അറിയാമോ? നമ്മുടെ കുടുംബാർന്നത് അച്ഛന്റെ പേരറിയാം, അച്ഛന്റെ പേരറിയാം, വേണമെങ്കിൽ അച്ഛന്റെ പേരോട് അറിയാം. അതിനപ്പുറത്തേക്ക് നമുക്ക് അറിയില്ല. അച്ഛന്റെ പേര് എനിക്കറിയാം, അത് കഴിഞ്ഞുള്ള പേര് എനിക്ക് അറിഞ്ഞൂടാ. അതാ ഞാൻ പറഞ്ഞത്, ആർക്കും അറിയില്ല. അത് നമ്മൾ ആരായിരുന്നു പറയാം. അതിന് മുന്നേ അത് നമ്മൾ ഏത് ജാതിയാണോ, മതമാണോ, ഏത് ഗോത്രമാണോ, ഒന്നും അറിയില്ല. ഒന്നും വേണ്ട. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മള് പ്രസവ വാർഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കണ്ടു, വെബ് സീരീസ് കണ്ടിട്ടുണ്ട്. ഈ നമ്മുടെ പേരൊന്ന് മാറ്റി വെച്ച് അങ്ങോട്ട് മാറ്റി കിടന്നാൽ തീർന്നു. അത് ചരിത്രമാണത്, സത്യമാണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോന്നിലും മുറുകെ പിടിക്കുന്നതിന് മുമ്പ് ഓർക്കുക. ഒരു സീരീസ് ഉണ്ട്, 1001 Days. ഷാജി നടേശന്റെ. അതെ, നമ്മള് ഇതെല്ലാം ഉണ്ടാക്കിയ ചില തൽപര കക്ഷികൾ അവരുടെ കാര്യസാധ്യത്തിന് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഈ മതവും എല്ലാ സംഭവവും. ആർക്കും ഒരു ദ്രോഹം ചെയ്യാതിരിക്കുക, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ നമ്മള്. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരനും സുഖത്തിനായി വരണമെന്നുള്ള. അതെ, അതാണ് സത്യം. തത്വമസി അത് നീയാകുന്നു. അയ്യപ്പന്റെ അവിടെ നമ്മൾ ചെന്ന് കയറുമ്പോൾ കാണുന്നുണ്ട്, തത്വമസി അത് നീയാകുന്നു, അഹം ബ്രഹ്മാസ്മി. ചേട്ടന്റെ സംസാരം കേൾക്കുമ്പോൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇപ്പൊ തന്നെ ഗുരുവിന്റെ സംഭവം കോട്ട് ചെയ്താണ്. ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് സാഹിത്യത്തെ പറ്റിയിട്ടൊക്കെ. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ അതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്റെ അടുത്തുണ്ട്. ഫുൾ ഓൺ അതിൽ പോകണ്ടാന്ന് വെച്ചിട്ടാണ്. ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് ടൈപ്പിലും ആണ്. ഫണ്ണിൽ ആണെങ്കിൽ ഫണ്ണിൽ പറയാൻ, സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഫണ്ണാണ്, ഇത് ഫണ്ണായിട്ട് എടുക്കാനേ പറ്റുള്ളൂ. സ്കൂളിലെ നിങ്ങളുടെ ഇരട്ട പേര് എന്തായിരുന്നു? അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ? എന്റെ പേര് സാഹിബ്. ഫിഗർ കണ്ടിട്ടായിരുന്നു അതോ? ഞാൻ എടുത്ത് വെള്ളപ്പാറ്റ് ഒരു ഈ മറ്റേ മഞ്ഞപ്പിത്തം പിടിച്ച പോലെ ഇരുന്നത്. പിന്നെ ഞാൻ കുറച്ച് വെയിലെ കൊണ്ട് കറുത്താ ാനൊക്കെ അടിച്ചു. പാന്റിന്റെ കാര്യം പറഞ്ഞു. 40-40 വയസ്സ്. ഹലോ, എന്നെ പ്രായത്തെ പറ്റി പറഞ്ഞ എന്റെ മക്കളെ വരെ തന്നേക്ക് വിളിക്കും. പേരില്ല, റിയാസ് ഖാൻ എന്നല്ലാത്തൊരു പേരിന് വേണ്ടി കേരളം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല, സീരിയസ്ലി ഇല്ല. ചൈൽഡ്ഹുഡ് എന്ന് കേൾക്കുമ്പോ മനസ്സിൽ വരുന്നൊരു കാര്യം എന്താണ്? ബാല്യകാലം എന്ന് കേൾക്കുമ്പോ ആദ്യം ഓർമ്മ വരുന്ന സംബന്ധം ഒന്നുമില്ല. ഞാന് ഒരു തൊട്ടടുത്ത വീട്ടില് കപ്പക്കമ്പ് കുത്തിരുന്നു. ഞാൻ 3 വയസ്സുള്ളപ്പോ ഞാൻ നിരങ്ങി പതുക്കെ നടന്ന് നെല്ലെടുത്ത് തിരിച്ചു കുത്തിച്ചു.
അപ്പൊ എനിക്കിതൊരു ഹോബിയാണ്. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നറിയില്ല. അവര് ദിവസം വന്ന് വെള്ളം ഒഴിച്ചു, ഇത് കിളുക്കുന്നില്ല. അവസാനം ഇയാള് കണ്ടുപിടിച്ചു പാത്തിരുന്ന്. ഞാൻ പതുക്കെ വന്നിട്ട് എല്ലായിടത്തും തിരിച്ചു കുത്തി വെക്കുന്നത്. എത്ര വയസ്സുള്ള 3 വയസ്സ്. അയ്യോ 3 വയസ്സിലൊക്കെ എഴുന്നിട്ട് എന്ത് മൈൻഡ് എന്തായിരിക്കുമോ? 3 വയസ്സ് ബാല്യകാലം നോക്കുമ്പോഴേ എനിക്കൊരു കവിതയാണ് ഇപ്പൊ നടക്കാൻ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ കേക്കട്ടെ. കണ്ടിട്ടും കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ട പെയ്ത ബാല്യകാലം നോക്കുന്നതെന്തിന് നീ എന്നെയെന്നു നീ നോട്ടത്തിലൂടെ പറഞ്ഞ കാലം നേരം വെളുത്താൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം നീ കാണുവാനായി മരം കേറി കൊമ്പത്തെ നീറിന്റെ കൂടൊന്നുലഞ്ഞ കാലം നിൽക്കാൻ ഇരിക്കാൻ കഴിഞ്ഞിടാതമ്മയെന്നുള്ളിൽ കരഞ്ഞു ചിരിച്ച കാലം മുന്നോട്ട് പോയിട്ട് പിന്നോട്ട് നോക്കി നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം അക്കാലമാണ് ഞാനുണ്ടായിരുന്നതെന്ന് ഇക്കാലമത്രേ തിരിച്ചറിഞ്ഞു. അടിപൊളി. ഇവൻ മറ്റേ നീ അടുത്തുണ്ടായിരുന്ന കാലം. ഇത് ആര് പാടിയത്? ഇത് മുരുകൻ കാട്ടാക്കടയുടെ നീ അടുത്തുണ്ടായിരുന്ന കാലം ഞാൻ എന്നിലുണ്ടായിരുന്ന പോലെ നീ അടുത്തില്ലാതിരുന്ന കാലം ഞാൻ എന്നിൽ ഇല്ലാതിരുന്ന പോലെ. ഞാൻ ഈ കവിത കേട്ടിട്ടുണ്ട്, പക്ഷെ അത് മുരുകൻ കട്ടാക്കടയുടെ അറിയില്ലായിരുന്നു. നമ്മൾ അങ്ങനെയല്ലേ, നമ്മള് കുട്ടിക്കാലത്ത് നമുക്ക് പ്രണയമൊന്നും അല്ല, പക്ഷെ ഇവര് ഇൻഫാക്ച്വേഷൻ ഉണ്ടാവും കുട്ടികളോട്, ആണും പെണ്ണിനോടല്ല. അപ്പൊ നമ്മൾ അവര് പെമ്പിള്ളേർ കാണാൻ വേണ്ടി ഓരോ വേലത്തരങ്ങൾ കാണിക്കും. ഞാൻ പണ്ട് ശാർക്കര സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് നമുക്ക് സൈക്കിൾ സ്വന്തമായിട്ടില്ല. അപ്പൊ അന്ന് ചന്ദ്രനന്റെ സൈക്കിൾ കട ഉണ്ട് ഞങ്ങളുടെ സ്കൂളിന്റെ ഫ്രണ്ടില്, കദിയ തിയേറ്ററിന്റെ ഫ്രണ്ടില് ചന്ദ്രനന്റെ. അപ്പൊ അവിടെ അര സൈക്കിൾ ഉണ്ടല്ലേ, അത് അരമണിക്കൂറിന് ഇത്ര പൈസയാണ്, 30 മണിക്കൂറിന് 3 രൂപ. അപ്പൊ ആ സൈക്കിൾ എടുത്തിട്ട് നമ്മളിങ്ങനെ ഉച്ച സമയത്ത് സൈക്കിൾ വിട്ടു. സ്വന്തം സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാം വാടക എടുത്ത് പോകും. അപ്പൊ ശാർക്കര ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ചവിട്ടുമ്പോൾ ഞങ്ങൾ എന്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവള് കാണാൻ വേണ്ടി എഴുന്നേറ്റ് സൈക്കിൾ ചവിട്ടി മറിഞ്ഞടിച്ചു. അതാണ് പെട്ടെന്ന് ഓർമ്മ ഈ കവിത. ഞാൻ പണ്ട് കൽക്കട്ടയിലെ പഠിച്ചോണ്ടിരുന്നപ്പോഴേ അവിടെ ഇഷ്ടിക ചെറിയ പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചാകും, ഒരു 10-15 വർഷം മുമ്പ്. അപ്പം മറ്റേ അവിടെ കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഇഷ്ടിക എന്ന് പറയും. ഇഷ്ടിക ഇഷ്ടമുള്ളത് എഴുതാം, ഇഷ്ടമുള്ളത് നമുക്ക് എന്ത്. അപ്പൊ എനിക്ക് കവിത എഴുതണം ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇരുന്ന് അതായത് നിങ്ങൾ ആരും ജീവിതത്തിൽ കേട്ട് കാണില്ല, അത് അന്ന് ആ സമയത്ത് വന്ന് പോയതാണ്. പക്ഷെ ഞാനിത് എങ്ങനെ എഴുതിയപ്പോഴും ഇതെങ്ങനെയാണ് എഴുതിയത്, എവിടുന്ന് കിട്ടി? ഞാൻ ചുമ്മാ ഇരുന്ന് എന്റെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ എഴുതിയത് ആ കവിത ഇതാണ്. തല്ലിക്കളിച്ച് ഞാൻ കൊച്ചു കാലങ്ങളിൽ തല്ലിയുടച്ചന്റെ കൊച്ചു സ്വപ്നങ്ങളെ താടി തടവി ഞാൻ നോക്കി നിൽക്കുന്നു എൻ തനെ മറഞ്ഞ ആ നഷ്ട സ്വപ്നങ്ങളെ. തല്ലിപ്പൊളിയാക്കി നാട്ടുകാരനെ തന്റെ ഇടിയാക്കി നശിപ്പിച്ചു. പിന്നെയും തന്ത പറഞ്ഞിട്ടും കേട്ടില്ല എന്ന് ഞാൻ, തള്ള പറഞ്ഞിട്ടും കേട്ടില്ല എന്ന് ഞാൻ. പിന്നെ ഇരുന്നങ്ങ് ചിന്തിക്കുന്നേരമൻ എന്നിലെ ആശതൻ നാമ്പൂ വളരുന്നു. പണ്ടൊരു നാളുകളിൽ ചെയ്തൊരു തെറ്റിന്റെ പച്ച പിടിക്കും ഉണക്ക കഷണങ്ങൾ കുത്തുന്നു എൻ നെഞ്ചിൽ ആഞ്ഞാഞ്ഞു. പിന്നെയും കുത്തുന്നു പണ്ടത്തെ തെറ്റിൻ പിഴകളാ. ഇത് ഞാൻ എഴുതിയിട്ട് അവര് എന്റെ അമ്മയുടെ ഞാൻ എഴുതിയത് ഇത് ഞാൻ എഴുതി. ശരിക്കും ഭയങ്കര അത് സത്യമാണ്. കാര്യം എന്ന് വെച്ചാൽ എന്നെ നശിപ്പിച്ചതില് ഉത്തരവാദിത്വം മുഴുവൻ എന്നെ സിനിമയിൽ എത്തിക്കാനും എന്നെ അതായത് ഞാൻ നാട് വിട്ടു പോകാൻ കാരണക്കാര് എന്റെ നാട്ടുകാർ തന്നെയായിരുന്നു. കാര്യം ചെറിയ തെറ്റ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്നെ നാട്ടുകാർ എന്ന് അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അച്ഛനെടുത്ത് എന്നെ തല്ലും. ചെറിയ തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കപ്പക്കമ്പ് മറിച്ചു വെക്കുക, മില്ലിൽ നിന്ന് 2 രൂപ മോട്ടിക്കുക, തെങ്ങ കയറി തേങ്ങ പിരിക്കുക, ഇതൊക്കെ നാട്ടുകാർ അതൊക്കെ ചെറിയ ചെറിയ തെറ്റുകളാണ്. അതിനൊക്കെ എനിക്ക് വലിയൊരു ശിക്ഷകൾ, അത് കെട്ടിയിട്ട് കണ്ണി മുളകര ചെയ്തിരിക്കുക ഒക്കെയാണ് അച്ഛൻ എന്ന് വെച്ചാൽ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പട്ടാളക്കാരാണ്.
അവസാനം ഞാൻ നാട് വിട്ടു, കൽക്കട്ടയ്ക്ക് പോയി. പിന്നെ ഞാൻ അവിടെ പോയാണ് പഠിച്ചത്. സീരിയസ് ആയിട്ട് ഞാൻ ഇവിടെ പ്രീ ഡിഗ്രി അവിടെ ഫസ്റ്റ് ഇയർ വെച്ച് ഞാൻ പഠിത്തം നിർത്തിയിട്ട് കൽക്കട്ടയിൽ പോയി. പിന്നെ ഞാൻ വേറൊരു ലോകത്തേക്കായിരുന്നു. അവിടെ ചെന്നാണ് സിനിമ. അന്ന് അരവിന്ദ് സാറിന്റെ ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ മോഹം കാണിക്കുന്നത് 1986 വാസ്തുഹാര എന്ന് പറഞ്ഞ അരവിന്ദ് സാറിന്റെ പടത്തിലാണ്. അന്ന് നീനാപ്തിയുടെ ബ്രദറായിട്ട് ഒരു വേഷം. അപ്പോൾ അവിടെ അതിന് മേനോൻ ചേട്ടൻ എന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ സിനിമ സെലക്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, അയ്യോ സിനിമ വേഷം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആ ഇതുപോലത്തെ താടി ഊശാൻ താടിയൊക്കെ ആയിരുന്നു. അത് നല്ല താടിയായിരുന്നു. ആ താടിയൊക്കെ ഞാൻ പഠിച്ചു കളഞ്ഞിട്ട് ഇപ്പം റിയാസ് എങ്ങനെ ഇരിക്കണം അതുപോലെ ഞാൻ ചെന്നപ്പം ഇവനെ മാറ്റി അങ്ങനെ ക്യാരക്ടർ പോയി. പിന്നെ എനിക്കാണ് അവിടെ കിടന്ന് കരഞ്ഞിട്ട് എൻ്റെ മൂലയ്ക്ക് ഒരു ഹോട്ടലിൽ പിടിച്ചിരുത്തിയിട്ട് അതാണ് ഫസ്റ്റ് സിനിമ. അങ്ങനെ കുറെ കഥകളുള്ള സമയത്താണ് ഈ പടവും പോയി ആ ഒരു സങ്കടത്തിലൊക്കെയാണ് ഈ കവിതയ്ക്ക് ഞാൻ എഴുതി കൂട്ടിയത്. പക്ഷെ ഇത് അല്ലേ ഇത് നല്ല വരികളാണ്, നല്ല വരികളാണ്. സംഭവം കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ ആക്ച്വലി അത് ചേട്ടൻ ആ സൈഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അല്ല ഇത് പറഞ്ഞപ്പോഴേ ഈ കവിത കേട്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയി. അടിപൊളിയായിട്ടാ. ഇനിയും എഴുത് അല്ലേ, നല്ല വരട്ടെ. എന്നാ പറയാന്നാ എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്. അല്ല സീരിയസ് അല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ വിളിച്ചു പറയാൻ യാതൊരു മടിയില്ല. കാരണം എനിക്കൊരു അതിലൊരു റിഗ്രറ്റും ഇല്ല, ഒരു കുറ്റബോധമില്ല. ഞാൻ എങ്ങനെയാണ് എന്നെ അങ്ങനെ അറിഞ്ഞ് സ്നേഹിക്കുന്നവർ സ്നേഹിച്ചാൽ മതി. എനിക്കിതേ പറ്റൂ. ഞാൻ എന്നെ പറ്റി ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്തിട്ടുള്ളത് ഞാനാ. എന്നെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? എന്നെ ഏതെങ്കിലും ഒരാൾ സുധീർ മോശക്കാരനെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്റെ നാവിൽ നിന്ന് വന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്നെ ട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഒരു കർത്തവല്ല മക്കളെ. എന്നെ ആരെങ്കിലും കുറ്റം ഉണ്ടോ? അല്ല സുധീർ വേറെ ഈ അമ്മയ്ക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്കിറ്റിൽ കണ്ട കണക്കാണ്. അമ്മയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്ത് ഞാൻ ചോദിച്ചു, അമ്മ വേണോ? അമ്മക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാത്തെന്ന് പറഞ്ഞാൽ ഐശ്വര്യോടെ ചിന്തിക്ക്. ഓക്കെ, സിനിമയില് ഇപ്പൊ മലയാള സിനിമയാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ചില ഡയലോഗ്സ് ഉണ്ടാവും. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ, നമ്മൾ പറഞ്ഞ ഡയലോഗ്സ് അല്ല, മറ്റൊരു നടൻ പറഞ്ഞ ഡയലോഗ് നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഉണ്ടാവും. ആ ഡയലോഗ്സ് നമുക്ക് അങ്ങനെ കാണാപ്പാടെ ഉണ്ടാവും. അങ്ങനെ മനസ്സിൽ കിടക്കുന്ന ഡയലോഗ് അതെ അതേപോലെ. പക്ഷെ എനിക്ക് ഇപ്പൊ പറയാൻ തോന്നുന്നത് പൊട്ടട ബാലേട്ടാ. അത് ഉറപ്പാ. നമ്മൾ അടുത്ത് ഒരാളിരിക്കുമ്പോ, നമ്മൾ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ എപ്പോഴും മനസ്സിലായി പൊട്ടടാ അടിച്ചു കയറി എന്നെ അടിച്ചു കയറി. പിന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യതാണ്. റിയാസ് എത്രയോ സിനിമ ചെയ്ത മനുഷ്യനാണ്. അതിനെ ഈ അടിച്ചു കയറി വാ, ആ സാധനം കയറി എങ്ക പാത്താലും നീ ഇത് സാധനം എന്ന് പറഞ്ഞാൽ അതൊരു ജന്മത്തിൽ നടന്ന് കിട്ടുന്ന ഭാഗ്യം. അത് നമ്മൾ പോലും അറിയാതെ നമുക്ക് കിട്ടിയ ഭാഗ്യം അല്ലേ. പിന്നെ ഒറ്റ ഡയലോഗിന്റെ എത്രയോ പടം ചെയ്തത്. നെക്സ്റ്റ് ഒരു ഡ്രീം റോൾ ഉണ്ടോ? ഒരു കഥാപാത്രം ഞാൻ ചെയ്യണം, അങ്ങനെ ഉണ്ടോ? ഡ്രീം റോൾ ആക്ടറിനെ കുറെ കാണും. ഒരാളില്ല, കുറെ കാണും. ഞാനത് ഡ്രീം റോളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അച്ചീവ് ഉള്ള ആളാണ്. പക്ഷെ ഇനിയും അടുത്ത ഡ്രീമാണ്. ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ചെയ്യണം ആഗ്രഹിച്ചാണ്. ഞാൻ ട്രാൻസ്ജെൻഡർ ആയിട്ട് ചെയ്ത് എനിക്ക് അവാർഡും കിട്ടി. അങ്ങനെ കുറെ ഉണ്ട്. But I want to many explore. being നമ്മളെ ക്യാപ്റ്റസ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും എക്സ്പ്ലോറിംഗ് ആണ്. അടുത്ത് എന്താണ്, അടുത്ത് വേറെ എന്തെങ്കിലും, അടുത്ത് വേറെ ചെയ്യാൻ. ഞാന് എപ്പോഴും അല്ല എല്ലാ ടൈപ്പ് ക്യാപ്റ്റൻ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട്. ഇപ്പൊ ഹീറോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഹ്യൂമർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ട് ഏത് പ്രതലത്തിലാണെന്നല്ല, നമ്മൾ അത്തരം ക്യാരക്ടേഴ്സ് ഒക്കെ ഏകദേശം ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആഗ്രഹത്തിന് ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ ചിലപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ കാര്യങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഈ 2006, 2007, 2008 ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ദുബൈയിൽ നടക്കുന്ന സമയത്ത് ഞാനായിരുന്നു ഏഷ്യനെറ്റിന്റെ ഷോ ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ നടന്നിരുന്ന ഒരു പാറ്റേൺ മാറ്റുന്നത് ഞാനായിരുന്നു. കാരണം സാധാരണ ഇന്ത്യൻ പവലിയനിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പവലിയനുകൾ ഉണ്ടാവും. അപ്പോൾ ഇന്ത്യൻ പവലിയനകത്താണ് നമ്മൾ പെർഫോം ചെയ്തത്. അപ്പോൾ അവിടെ ദുബൈയിൽ, അപ്പോൾ അവിടെ ഗ്ലോബൽ വില്ലേജിൽ, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സാധാരണ അവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ സമ്മാനം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് എന്നോട് പറഞ്ഞപ്പോൾ 20 എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 20 ദിവസം 20 ക്യാരക്ടറായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതുകൊണ്ടാണ് 2007-ലും 2008-ലും ഞാൻ തന്നെയാണ് ഏഷ്യനെറ്റ് വേണ്ടി ചെയ്തത്. ഒരു ഡ്രീം റോൾ ഉണ്ട്, ഒറ്റ റോൾ പറയാം. ഡ്രീം റോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം. എനിക്ക് ട്രാൻസ്ജെൻഡർ ഞാൻ ചെയ്തതാണ്. അമ്പരാശന്റെ തെലുങ്ക് പടത്തില് ഒരു വേഷം ചെയ്തു. പക്ഷെ ആ പടം ഫൈ ഹൈ എന്നായിരുന്നു പടത്തിന്റെ പേര്. അത് പക്ഷെ ആ പടം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല, തെലുങ്കിലായിരുന്നത്. പിന്നെ എനിക്ക് ചെയ്യണം, ഞാൻ മൃഗയിലെ മമ്മൂക്കയുടെ ക്യാരക്ടറില്ലേ,
ഞാനത് കാണുമ്പോഴത്തേക്ക് എന്നും കാണിക്കും വാറുണ്ണി എന്നുള്ളൊരു കഥ, അതുപോലൊരു കഥാപാത്രം എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അത് ഭയങ്കര ഡ്രീമായിട്ട് നിൽക്കുന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ മര്യാദ എന്നുള്ള സിനിമയ്ക്കകത്ത് ഒരു 6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓടിയിട്ട് കാലിലെ ഞരമ്പ് പൊട്ടിപ്പോയി. കാലിലെ ഞരമ്പ് പൊട്ടിപ്പോയിട്ട് 2 ദിവസം ഹോസ്പിറ്റലായിരുന്നു, നടക്കാൻ മേലാതെ വന്നു. അതുപോലെ ഒരു പടത്തിന് ഏതൊരു ശ്രീഷന്റെ ഒരു പടത്തിന് കൊണ്ട് പാറയില് തിരയടച്ചോണ്ടിരിക്കുക, ഡെഡ് ബോഡി, ഞാൻ മരിച്ചു കിടക്കുന്ന വേഷം. അവിടെ ട്യൂബ് പിടിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. വെള്ളത്തിൽ ഇറങ്ങിപ്പോയി, പിന്നെ അവിടെ നിന്ന് കയറാനും പറ്റാമെന്ന് പോയി. ആ ഒരു തിര അടിച്ചോണ്ട് പോയിട്ട് അങ്ങോട്ട് വലിച്ചോണ്ട് പോയിട്ട് തിരിച്ചു വന്ന് പാറയെ കൊണ്ട് ഇടിച്ച് ചത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മരിക്കേണ്ട പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഫൈനലി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ശ്രീ അയ്യപ്പൻ കാണാൻ വരുന്ന ആളുകൾ എന്ത് എക്സ്പെക്ട് ചെയ്ത് തിയേറ്ററിലേക്ക് വരണം? എന്തായിരിക്കും അവർക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട്? നല്ല മനസ്സോടെ വരുക, എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. പടം ഹാപ്പി ആയിട്ട് കാണാം, സന്തോഷമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാം. അതാണ് ഫൈനലി പറയുന്നത്. സ്വാമി ശരണം. സ്വാമി ശരണം. ശ്രീ അയ്യപ്പൻ ഒരു വൻ വിജയമാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.